പെരുമ്പടപ്പിൽ വീട്ടുകാരില്ലാതിരുന്ന സമയത്ത് വീട് ജപ്തി ചെയ്ത് എറണാകുളത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനം. 1-ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ സ്ഥിരം കഴിക്കുന്ന മരുന്ന് പോലും എടുക്കാൻ സമ്മതിക്കാതെയാണ് വീട് പൂട്ടി പോയതെന്നാണ് വീട്ടുടമസ്ഥയുടെ ആരോപണം. പെരുമ്പടപ്പ് കോണം സ്വദേശിനി നാലുകണ്ടത്തിൽ വീട്ടിൽ സജിതയുടെ വീടാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനം താഴിട്ട് പൂട്ടിയത്. പ്രതിഷേധവുമായി കൊച്ചി നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ പ്രദേശവാസികൾ സ്ഥലത്തെത്തി. 2017 സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും സജിത 10 ലക്ഷം രൂപ വായ്പയ്ക്കെടുത്തത്. 13,80,000 രൂപയോളം സജിത തിരിച്ചടച്ചതായും ഏതാനും മാസങ്ങളായി ലോൺ തിരിച്ചടവ് മുടങ്ങിയതായും സജിത സാക്ഷ്യപ്പെടുത്തി. 2017 എടുത്തതാണ് ലോൺ. 1.5 ലക്ഷം രൂപ, 1.5 സെന്റ് സ്ഥലമുള്ള ഇപ്പൊ അവർ 10 ലക്ഷം രൂപ ആദ്യം 6 തന്നു. പിന്നെ അത് കഴിഞ്ഞ് മുടങ്ങാണ്ട് അടച്ചപ്പോൾ അവര് പിന്നെ എനിക്ക് 4 ലക്ഷം കൂടി തന്നു. അടച്ച് മുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൊറോണ വന്നപ്പോൾ മുടങ്ങിപ്പോയി. പിന്നെ അത് തന്നെ അടച്ച് കൊച്ചിന് സുഖമില്ലാണ്ട് പോയി. ഇവിടെ ഭർത്താവ് ഇട്ടിട്ടും പോയി. ഇവിടെ കൊച്ചിന് 1 വയസ്സായപ്പോൾ ഇട്ടിട്ടും പോയി. ആയിട്ടില്ല. അങ്ങനെ ഞാനാണ് ഈ കൊച്ചിനെ ഇവിടെ നോക്കണത്. അപ്പോൾ 1.5 ലക്ഷം രൂപ കടം എടുത്തിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് വാങ്ങിക്കൂല. ഒരു 6 മാസത്തിന് ഇവിടെ കൊണ്ടുവച്ചെന്നപ്പോൾ അവർ പറഞ്ഞു വാങ്ങിക്കൂല, നിങ്ങൾ 3.5 ലക്ഷം രൂപ ഇപ്പം കെട്ടണമെന്ന് പറഞ്ഞു. അത് കെട്ടാൻ ഞങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞു. എന്നാൽ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുമുള്ളവർ തങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് പുതിയ താഴ് ഉപയോഗിച്ച് വീട് പൂട്ടിയതെന്ന് സജിത മെട്രോ 7 പറഞ്ഞു. 2 പിള്ളേരും മാത്രമേ ഉള്ളൂ. എനിക്ക് ഹസ്ബൻഡില്ല, മരിച്ചു. പിന്നെ ഞാൻ അവിടെ ചായക്കട നടത്തുന്ന 6 ചോറ് അങ്ങനെയൊക്കെയാണ് പോണത്. അതുകൊണ്ടാണ് കഴിഞ്ഞു പോണത്. ഈ 2 പിള്ളേർ ആണെങ്കിൽ 8-9 സാലറി അത് കിട്ടിയ കൊച്ചിനും മരുന്നിനും അവരുടെ കാര്യത്തിനും ഉള്ളത്. ഞാൻ ആ ഒരു കട കൊണ്ടിട്ടാണ് കഴിഞ്ഞു പോണത്. ഇല്ല, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അവർ സീൽ ചെയ്ത് കഴിഞ്ഞ്. റോഡ് സൈഡിൽ പെട്ടിക്കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വിധവയായ സജിതയും കുടുംബവും ജീവിക്കുന്നത്. സജിതയുടെ മകളുടെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്ഥിരം കഴിക്കുന്ന മരുന്ന് പോലും പുതിയ താഴിട്ട് വീട് പൂട്ടിയത് കൊണ്ട് സജിതയ്ക്ക് വീട്ടിൽ നിന്നും എടുക്കാൻ സാധിച്ചില്ല. ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് ഇനിയും 13 ലക്ഷം കൂടിയാണ് അടയ്ക്കാനുള്ളത്. ഞാൻ ജോലിക്ക് വെച്ച് എൻ്റെ മക്കളും സ്കൂളിലായിരുന്നു. ഞങ്ങൾ വരുമ്പോഴും ഇവിടെ അവർ സീൽ ചെയ്ത് റെഡിയായി നിൽക്കണിരുന്നു. ഞാൻ കാല് വരെ പിടിച്ചവരുടെ അവർ സമ്മതിച്ചു തന്നില്ല. ഇല്ല, പൂട്ടുമെന്ന് തന്നെ പറയണത്. അപ്പം ഞങ്ങൾ 10 ലക്ഷം എടുത്തിട്ടും 15 ലക്ഷം വരെ അടച്ച്. എന്നിട്ട് അവർ പറയണത് 13 ലക്ഷം ഇനി അടക്കണമെന്നാണ് പറയണത്. കൊച്ചിനാണ് ഈ പാടില്ല. 2 വയസ്സായപ്പോൾ അവനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തലച്ചോറിൽ ഇൻഫെക്ഷനായി ICUലായിരുന്നു ഒരാഴ്ച. എന്നിട്ട് ഇപ്പോൾ അവന് ഇനി അസുഖം വരാണ്ടിരിക്കണം. മരുന്ന് വരാൻ അതിൻ്റെ ഉള്ളിൽ അവർ അതുപോലെ എടുപ്പിക്കാൻ സമ്മതിച്ചില്ല. ഡ്രസ്സ് പോലും ഇല്ല, ഇട്ട് ഡ്രസ്സാലെ നിൽക്കണേ. ആധാർ ഹൗസിംഗ് ഫിനാൻസ് ബാങ്കാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ഭർത്താവില്ല. എൻ്റെ ഭർത്താവിനെ ഇട്ടേച്ച് പോയി. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഞാൻ ജോലി എടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാം. അമ്മക്കൊരു ചെറിയ ചായക്കടയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂട്ടണം. ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനും. കാല് വരെ ഞാൻ അയാളുടെ പിടിച്ച് സാറിൻ്റെ അതുവരെ സമ്മതിച്ചില്ല. ഞങ്ങൾ അറിഞ്ഞ പോലെ ഞങ്ങൾ വാതിൽ പൂട്ടി രാവിലെ പോയത്. ഇവിടെ വന്നപ്പോഴറിഞ്ഞത് അവർ സീല് ചെയ്ത് കഴിഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിലും പ്രദേശവാസികളും ചേർന്ന് പൂട്ടിയിട്ട വീടിന്റെ താഴുകൾ മുറിച്ച് വീട്ടുകാരെ അകത്തു കയറ്റി. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് 4ഓളം വീടുകളാണ് ആധാർ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജപ്തി ചെയ്തത്. ഇവരുടെ വീടും കഴിഞ്ഞ ദിവസം പെരുമ്പടപ്പിലും അടക്കം ഈ സെയിം ആധാർ എന്ന് പറയുന്ന ഒരു ബാങ്ക്, പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ആധാർ എന്ന് പറയുന്ന ഒരു ബാങ്ക്, ഇവർ പറയുന്നത് 10 ലക്ഷം രൂപ ഇവർ വായ്പ എടുത്തു. അതിൽ 15-80 ഇവർ അടച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ 15-80 എടുത്തിട്ട് ഇനി 13 ലക്ഷത്തോളം ഇവർ അടക്കാനുണ്ടെന്ന് ബാങ്ക് പറഞ്ഞിട്ടാണ് ഇന്ന് പൂട്ടിക്കൊണ്ടുപോയേക്കുന്നത്. ഈ പൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇവർ സ്ഥലത്തില്ലാത്ത സമയത്ത് ഈ ബാങ്ക് വന്നിട്ട് അവരെന്തോ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ആ വാതിലെല്ലാം കുത്തി തുറന്ന് വേറെ ഒരു താഴിട്ട് അതിൽ പൂട്ടുന്നൊരവസ്ഥ. ഈ കുട്ടികൾ, ആ തലക്ക് ഇൻഫെക്ഷനുള്ള കുട്ടി ഇത് മരുന്നുൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ കുട്ടികളെ പഠിക്കാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ആ വീടിൻ്റെ ഉള്ളിലാണ്. ഇത് വലിയ മനുഷ്യത്വരഹിതമായ പരിപാടിയാണ് ഈ ആധാർ ബാങ്ക് കാണിക്കുന്നത്. ഇതിനെതിരെ അടുത്ത ദിവസം പള്ളിമുക്കിൽ അവരുടെ ഓഫീസ് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വലിയ ബഹുജന പ്രക്ഷോഭമായിട്ട് അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഇനി പള്ളുരുത്തി മേഖലയിൽ വന്നാൽ ഞങ്ങൾ ചിലപ്പോൾ കായികമായിട്ട് തന്നെ അവരെ കൈയേറ്റം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇടപെടുന്നത്. പള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തി വിശദാംശങ്ങൾ ശേഖരിച്ചു. DCC സെക്രട്ടറി NR ശ്രീകുമാർ, VF ഏണസ്റ്റ്, MA ജോസി, KA അഫ്സൽ എന്നിവരും കൗൺസിലറോടൊപ്പം സംഭവസ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. KR ഒപ്റ്റിക്കൽസ് 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.